ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി കായ ബജിയും അതിന് പറ്റിയിട്ടുള്ള ചമ്മന്തിയും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെറിയ ബജ്ജി കടകളുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കായ ബജിയും ചമ്മന്തിയും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോളയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളേനേക്കാളും കുറവാണ് തക്കാളി വേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം സവോള കട്ട് ചെയ്തിട്ടൊന്നിട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടുക. കുറച്ച് എരിവുള്ളതാണ് ചമ്മന്തിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന മുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ബജ്ജിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബജ്ജി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കും ബജ്ജി കടയിൽ ഇതുപോലെ പച്ചയ്ക്കാണ് അരയ്ക്കാറ്, തക്കാളി സവോളയൊന്നും വഴറ്റാറില്ല. അപ്പോഴാണ് ശരിക്കും ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 കായ എടുത്തിട്ടുണ്ട്. ശരിക്കും ബജ്ജി കായാണ് ബജ്ജി തയ്യാറാക്കാനായിട്ട് എടുക്കുക. നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടും ബജ്ജിക്കുള്ള കായ. അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കായയുടെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കായയിൽ നിന്ന് 10 ബജ്ജിക്കുള്ള കായ വരെ നമ്മൾ അരിഞ്ഞെടുക്കണം. അത്രയും നൈസായിട്ടാണ് കായ അരിയേണ്ടത്. അപ്പോൾ ഇതുപോലെ പരന്നിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ അരിഞ്ഞു തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. ഈ തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ അരിയേണ്ടത്. ശരിക്കും പച്ചക്കറികളിലൊക്കെ തൊലിയോട് കൂടി തന്നെയാണ് അരിയുന്നത്. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സ്ലൈസർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഒരു കായ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 11 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേ കായ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിൽ 1.5 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബജ്ജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ബജ്ജിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം കായം പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കായം പൊടി ഇല്ലെങ്കിൽ കുറച്ച് മുഴുവനായിട്ടുള്ള കായം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതൊന്ന് കുതിരുമ്പോൾ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്താലും മതി. ശരിക്കും ബജ്ജി കടകളിലൊക്കെ മുഴുവനായിട്ടുള്ള കായം തന്നെയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഞാനൊരിക്കൽ മുട്ട ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ബജ്ജിയിൽ ഞാൻ അങ്ങനെയാണ് കായം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോഡാപ്പൊടി കൂടി വരുമ്പോൾ ശരിക്കും നന്നായി പൊന്തി വന്നിട്ടുള്ള നല്ല കായ ബജ്ജി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ബജ്ജിക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. കുറച്ച് കട്ടി പോലെ തന്നെയാണ് മാവ് വേണ്ടത്. എന്നാലാണ് കായയിലൊക്കെ ശരിക്കും മാവ് പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ കായ ബജ്ജി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ എടുക്കാം. അത് മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും കായ ബജ്ജി മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ കുറച്ച് കുഴിയുള്ള ഒരു ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഓയിൽ ആവശ്യം വരില്ല. പിന്നെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ടാവണം. എന്നാലാണ് അധികം എണ്ണ കുടിക്കാത്ത നല്ല പൊന്തി വന്നിട്ടുള്ള ബജ്ജി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബജ്ജി ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ എല്ലാ ബജ്ജി ഇട്ട് കഴിഞ്ഞ് അങ്ങനെ പൊന്തി വന്നതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് കായൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബജ്ജി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഓയിലിൽ നിന്ന് എടുക്കുന്ന നേരത്ത് നമുക്ക് ഫ്ലെയിം നന്നായി ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ അധികം ഓയിൽ കുടിക്കാത്ത ബജ്ജി നമുക്ക് കിട്ടും.
പിന്നെ ഇത് ഈ കളറാകുമ്പോൾ തന്നെ എടുക്കണം, കാരണം ഇത് ചൂട് തട്ടി പുറത്തിരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കളറ് വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ബജ്ജിയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ അപ്പം ഉണ്ടാക്കി നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. അതിനാണ് നമ്മൾ ചമ്മന്തി മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബജ്ജി തയ്യാറായ അപ്പം തന്നെ ചമ്മന്തി കൂട്ടി കഴിക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.